സോ ഇന്നൊരു അവധി ദിവസമാണ്. നമുക്കൊരു ട്രിപ്പ് പോവാം. എങ്ങോട്ടാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഈ സീസണിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങൾ. ഹലോ, അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളൊരു ലാവൻഡർ ഫാമിലേക്കാണ് പോകുന്നത്. എനിക്കറിയില്ല എത്ര പേര് ലാവൻഡർ ഫാമൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. ഇപ്പോൾ ലാവൻഡറിൻ്റെ സീസണാണ്, നല്ല ഭംഗിയായിരിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറേ പേരൊക്കെ പോയി അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്കത് കാണാം. ഇൻ ബിറ്റ്വീൻ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറേ ബെറി ഫാമുണ്ട്, സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ കുറേ ഫാമുകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ പറ്റുമെങ്കിൽ കയറാമെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ല, നമ്മൾ നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നിപ്പം അവധി ആയതുകൊണ്ട് ചില ഫാമൊക്കെ അടച്ചിട്ടൊക്കെ ഒന്ന് കാണുന്നുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. ഹാഫ് വേ ആയോ അച്ഛാ? ഹാഫ് വേ ആയിട്ടില്ല. ഇനിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഡ്രൈവിംഗ് സീറ്റിലിരുന്നായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞുമണി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവള് കരഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ പുറകിലേക്കായി. അച്ചാച്ചനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ന്യൂസിലാൻഡിൻ്റെ ഒരു ഏകദേശ രൂപം കണ്ടോ? ഇങ്ങനെ ഇരിക്കും ഇവിടെ മൊത്തത്തിൽ. അതായത് സിറ്റി വിട്ട് കഴിഞ്ഞാൽ കൺട്രി സൈഡ് എന്ന് പറയുന്നത് ഫുള്ള് ഇങ്ങനത്തെ പച്ചപ്പായിരിക്കും. ഇപ്പം സമ്മറാണ്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് എല്ലാം തന്നെ ഉണങ്ങി നിൽക്കുവാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി ഉണ്ടാവും മിക്കവാറും ഫാമിലുള്ളവർക്ക്. അപ്പം പട്ടിയായിരിക്കും ഇവരെ ഗൈഡ് ചെയ്യുന്നത് ഫാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയി കയറ്റിക്കൊള്ളും. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഏരിയയിൽ മാത്രം അഴിച്ചിട്ടേക്കുന്നതാണല്ലോ. ഇത് ഈ പ്ലോട്ടിൽ മാത്രം നിൽക്കുന്നതാണല്ലോ. ഒരാളിത് ഫുഡൊക്കെ കഴിച്ച് മുഖത്തേക്കുള്ള ഫുള്ള് വായത്തേക്ക് വെച്ചിട്ടിരിക്കും. ചിക്കി എങ്ങോട്ടാ പോണേ? ലാവൻഡർ കാണാൻ പോണേ. ലാവൻഡർ ഇല്ലാണ്. കിഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൽഫ ലാവൻഡേഴ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വെൽക്കം എന്ന് കുറേ ഭാഷയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഭയങ്കര ഒത്തിരി ആൾക്കാർ വരുന്നതാണ്. അതുകൊണ്ട് വെൽക്കം, സ്വാഗതം എന്നൊക്കെയാണ്. സ്വാഗതം കഴിഞ്ഞ് സ്വാഗതം ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് എങ്ങനെയാണ് ഫാം എന്നുള്ളത് കാണാം. ഇവിടെ ഹാർവെസ്റ്റിംഗ് ടൈമാണ്. കുറച്ച് സ്ഥലം അവർ ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങി. ഓൾറെഡി അതിൻ്റെ എസെൻഷ്യൽ ഓയിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാനും നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഫാമൊക്കെ കുറേ വേറെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അതൊക്കെ കാണാം. ഇതാണ് ഫാം. ഇത് ലാവൻഡർ. ഇവിടെ നിൽക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. ഇത് ഇവിടെ ഇങ്ങനെ നീണ്ടു വരുന്ന അങ്ങനെ കിടക്കുവാണ്.
പൂച്ചകളുണ്ട് ഇതിൻ്റെ ഇടയ്ക്കേ കൂടെ. നിങ്ങൾക്ക് കാണാൻ കെട്ടിയോനും കൊച്ചും എവിടെ പോയിരിക്കുന്നുണ്ട്. അവിടെ കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇവിടെ. അതായത് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ നല്ല റോ ആയിട്ട് കുത്തിരി ഇങ്ങനെ പൂത്തലഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളർ കുറഞ്ഞു എന്ന് പറയാം. കാരണം ഫെബ്രുവരി 1 ഈ ഫാം ഇവരാണ്. കാരണം പൂ അപ്പോഴത്തേക്ക് അവർ ഹാർവെസ്റ്റ് ചെയ്ത് കഴിയും. കണ്ടില്ലേ? ഇനി ഞാനത് ഹാർവെസ്റ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. എവിടെ അവർ അത് വെട്ടിയെടുക്കുന്നുണ്ട്. ബുഷ് അവർ റെഡിയാക്കി നിർത്തും. അത് കഴിഞ്ഞ് ഇതിനകത്ത് നിന്ന് എസെൻഷ്യൽ ഓയിലൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കും. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ട്രിം ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ഇവിടെ ഒന്നും പൂവില്ല ഇപ്പം. കണ്ടോ? നമ്മൾ മറ്റേ ഫീൽഡ് കണ്ട പോലെ അല്ല, ഇതവർ കൊയ്തെടുത്തേക്കുന്നതാണ്. നമ്മൾ നെല്ല് കൊയ്യുന്ന പോലെയൊന്നും അങ്ങനെയല്ല. ഇത് ചെടിയിൽ നിന്ന് ബുഷിൽ നിന്ന് ഇവരിതിങ്ങനെ കട്ട് ചെയ്ത് കണ്ടോ? ഇത് കട്ട് ചെയ്ത ഭാഗം ഇത് കട്ട് ചെയ്യാത്തത് നിൽക്കുന്നതാണ്. അവർ കട്ട് ചെയ്തിട്ട് നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ. കൂടാതെ ഇവിടെ അവർക്കൊരു ഷെഡുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഒരു എസെൻഷ്യൽ ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങളിൽ അവർ ലാവൻഡറിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ഇത് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണത് പ്രോസസ്സ് ചെയ്യുന്നതെന്ന്. കയറി അത് ഫുള്ളായിട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചവിട്ടി താത്തുന്നതാണ്. അത് അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് ഫുള്ളായിട്ട് നിറച്ചിട്ട് ആ ബാരലാണ് ഈ മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്നത്. Okay, so good. Thank you. Set this in the coal if you want. Someone ran the email. Oh wow! What are you guys doing? Yeah. Nice. Hi. We've got the fresh flour in. Pick this up from here, drop it into here. And there's another one of these
already in here waiting to be boiled. Once we get it in, we snap the door shut. All these holders here are like a pressure cooker, seals it all down. We fire up 4 gas burners, which are here. They steam all the water. Steam from the water comes out the top here, drops down to the pipe to the bottom of this here. It forces it up. The pressure, because it's got nowhere to go, forces all the plant liquid out of here. And once the plant liquid, comes out, 15 cooling tubes. It reconstitutes back to. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ലാവൻഡർ ഓയിൽ, എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കുന്ന മെഷീനാണ് ഇവർക്കിത്. ഇതൊരു ബാരലിൽ ഫുള്ള് ഉണ്ട്. ഇത് ബാരൽ ഫുള്ള് ഇവർ ഈ മെഷീനിൽ കൂടെ പുള്ളി ഇവിടെ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഈ മെഷീനിലേക്ക് ഇടും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ എടുക്കുന്ന പുള്ളി പറഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെയാണ് ഓയിൽ കിട്ടുന്നത്. 2 ലിറ്റർ ഓയിൽ കിട്ടും ഒരു ബാരലിൽ lavender flowers, fresh flowers എന്നാണ് പുള്ളി പറയുന്നത്. All the product that you see on the shelves is made from the 2017 harvest, so two harvests ago, and it takes that long to get the oil fully mature and strong, and that way it lasts in the product. Products ഇവിടെ ഉണ്ട്. റോൾ ഓൺ പെർഫ്യൂം ഉണ്ട്, ലിപ് ബാം ഉണ്ട്. എല്ലാത്തിനും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ലാവൻഡർ സോപ്സ് ഉണ്ട്, വെറൈറ്റി ഓഫ് സോപ്സ് ഉണ്ട്. പിന്നെ ഇത് ഹോട്ട് ബാഗാണ്, പക്ഷേ ഇത് ഹീറ്റ് ചെയ്യുമ്പം ലാവൻഡർ സ്മെല്ല് വരും. പിന്നെ ഇവിടെ ഇത് ലിക്വിഡ് സോപ്പ്, ഇതും ലിക്വിഡ് സോപ്പാണ്. Hey, look. ഇത് പില്ലോ പെർഫ്യൂമാണ്. ഇത് ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇത് ക്യാൻഡിലാണ്. ഇത് കത്തിക്കുമ്പോൾ മിക്കവാറും ഇതിൻ്റെ സ്മെല്ല് വരുന്ന ക്യാൻഡിലായിരിക്കും. നല്ല ആണ്. സോ അതിന് $26. $26 എന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ക്യാൻഡിൽ നമ്മൾ മാർക്കറ്റിൽ വരുമ്പം ഇതിനേക്കാൾ വില വരും ചില സമയത്ത്. ഇത് ടാൽക്കം പൗഡറുണ്ട്, അത് $10 അവർ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ടാൽക്കം പൗഡർ, സാധാ ടാൽക്കം പൗഡർ. ഇതാണ് എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞിരുന്ന സാധനം അവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് കാണാം എസെൻഷ്യൽ ഓയിൽ. ഇത് നമ്മൾ ലാവൻഡർ ഫ്ലേവർ ബോഡി ലോഷനുണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ ക്രീമുണ്ട്, മേക്കപ്പ് ടെസ്റ്ററുണ്ട്, എല്ലാം ഉണ്ട്. മോയ്സ്ചറൈസർ ക്രീം, പിന്നെ പേഴ്സണൽ വെൽബീയിങ് ലാവൻഡർ ബോഡി ബട്ടർ. അതിന് $18. 100 ഗ്രാമിൻ്റെ ടിന്നാണത്. 18 കണ്ടോ. ഇവർ ഇതേ ലോലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു പാക്കിന് $4. അപ്പോൾ ഗായ്സ്, ഞാനൊരു പൗഡർ മേടിച്ചു കൊടുന്ന് $10 ഇത് കണ്ടോ. ഇറ്റ് ടേക്സ് എ ബിറ്റ് ഇൻസെൻറ്റീവ് ടു ക്രിയേറ്റ് തിങ്സ്. അത് ശരിയാണ്, കാരണം ഇത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനങ്ങൾ ഇവർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവരുടെ തന്നെയാണ് ഇവർ പുറകിൽ ആപ്പിൾ നട്ടേക്കുന്നതാണ്. ആപ്പിൾ ന്യൂസിലാൻഡിൽ ഒത്തിരി ആപ്പിൾ ഓർച്ചിഡ്സും ഉണ്ട്. നമുക്കത് ഒരു ദിവസം ചെയ്യാമോ ആപ്പിൾ ഓർച്ചിഡ് മാത്രമായിട്ട്. പക്ഷേ ഇപ്പോൾ ഒത്തിരി ആപ്പിളിൻ്റെ സമയം അല്ല. ഏപ്രിൽ മെയ് ആണ് ആപ്പിളിൻ്റെ സമയം. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെടുത്തിരിക്കുകയാണ്. നേരെ 10 മണി രാത്രി. ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കഴിക്കുക, ചിക്കനെ ഒന്ന് കുളിപ്പിക്കുക, കിടന്നുറങ്ങുക. അതാണ് മെയിൻ പരിപാടി. അപ്പൊ എല്ലാവരോടും പറ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കണ്ടതിൽ വളരെ വളരെ നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. പുതിയ വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ. ഇവിടെയുള്ളവർ പറയും, മലയാളീസ് പ്രത്യേകിച്ച്. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇതാണ് പഴുത്ത് കഴിയുമ്പം നാട്ടിലെ മൾബറി ഒക്കെ പോലെ ഇരിക്കും. ഉണ്ട്.